ഇത്തവണ എന്തായാലും മാഞ്ചസ്റ്റർ ഈസ് റെഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും മികച്ച ഒരു വിജയമാണ്, അതായത് ത്രസിപ്പിക്കുന്ന ഒരു വിജയമാണ് യുണൈറ്റഡ് സിറ്റിക്കെതിരെ നേടിയിരിക്കുന്നത്. എത്തിഹാദ് സ്റ്റേഡിയത്തിൽ 87-ാം മിനിറ്റിൽ ഒരു ഗോളിന് സിറ്റി ലീഡ് ചെയ്യുന്നു. പിന്നീട് 2 മിനിറ്റിനുള്ളിൽ കളിയുടെ ഗതി ആകെ മാറി മറിയുന്നു. 2 ഗോളുകൾ യുണൈറ്റഡ് തിരിച്ചടിക്കുന്നു, 3 പോയിന്റ് സ്വന്തമാക്കുന്നു, ഗംഭീരമായുള്ള ഒരു വിജയം നേടിയിരിക്കുന്നു. യുണൈറ്റഡ് അടുത്ത കാലത്ത് നേടിയ ഏറ്റവും മികച്ച ഒരു ടേൺ അറൗണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിനുള്ള ഒരു ഉദാഹരണമായി മാറി ഈ ഒരു മത്സരം. റൂബൻ അമോറിമിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു പ്രഭാവം എന്താണെന്ന് തെളിയിക്കുന്ന, ആ ഒരു ചേഞ്ച് എന്താണെന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ട് കൂടിയായിരുന്നു. അമദ് ദിയാലോയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ആദ്യ ഗോൾ, അതായത് സമനില ഗോൾ 88-ാം മിനിറ്റിൽ ആ ഒരു പെനൽറ്റി നേടിയെടുക്കുന്നു. വളരെ സമർത്ഥമായ രീതിയിൽ തന്നെ ആ പെനൽറ്റി നേടിയെടുക്കുന്നു, മനോഹരമായ ഒരു നീക്കത്തിനൊടുവിൽ. അത് പിന്നീട് ബ്രൂണോ സ്കോർ ചെയ്യുന്നു. സ്കോർ 1-1 ആവുന്നു. അതിനുശേഷം 2 മിനിറ്റിനകം, അതായത് അടങ്ങിയിരിക്കാൻ തയ്യാറല്ല, ടീമിനെ വിജയിപ്പിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിൽ മനോഹരമായ ഒരു ഫിനിഷ്, നല്ല രീതിയിൽ തന്നെ ബോൾ കൺട്രോൾ ചെയ്തൊരു സൂപ്പർ ഫിനിഷ്. അതിന് ഒരു ക്രെഡിറ്റ് ലിസാൻഡ്രോ മാർട്ടിനസിനും കൂടി കൊടുക്കണം. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ആ ഒരു മനോഹരമായ ഒരു ലോങ് ബോളിൽ നിന്നായിരുന്നു അഹമ്മദിന്റെ ആ ഒരു ഫിനിഷ്. എന്തായാലും ഗംഭീരമായ പെർഫോമൻസ്. ഈ ഒരു അഹമ്മദ് ദിയാലുവിനെ ആണല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ പരിശീലകൻ എറിക് ടെൻ ഹാഗ് ബെഞ്ചിലിരുത്തി നശിപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും വൈകിയാണെങ്കിലും റൂബൻ അമോറിം വന്നതിന് ശേഷം അഹമ്മദിന് അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനും ഈ താരത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഏത് പൊസിഷനിലാണ്, ഇത്രയും വേഴ്സിറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് അഹമ്മദ് ദിയാലു. ഇവൻ വിങ് ബാക്ക് ആയിട്ട് കളിക്കുന്നു, മുന്നേറ്റ നിരയിൽ കളിക്കുന്നു. അപ്പൊ എന്താണോ ടീം ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് 100% എഫേർട്ട് എടുക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റും ആ ഒരു സ്പിരിറ്റും ആ ഒരു എനർജിയും. അപ്പൊ ഇത്തരം പ്ലേയേഴ്സിനെയാണ് യുണൈറ്റഡിന് ആവശ്യം. ഇപ്പൊ അഹമ്മദ് ദിയാലു ആണെങ്കിലും, അതുകൂടാതെ മസറോയി ആണെങ്കിലും, പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ്, ഉഗാർത്തെ, ഇവരെല്ലാം നല്ല രീതിയിൽ തന്നെ ടീമിന് 100% സമർപ്പിക്കുന്ന പ്ലേയേഴ്സാണ്. ഇങ്ങനെയുള്ള ഒരു പുതിയ നിരയാണ് അമോറിം വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതിനുപരിയായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം റാഷ്ഫോർഡിനെയും ഗർനാച്ചോയും ടീമിൽ നിന്ന് മാറ്റി നിർത്തിയ ആ ഒരു നടപടി, അതും നല്ലൊരു നടപടി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അവരുടെ ഒരു പ്രതിഭയ്ക്കനുസരിച്ചുള്ള പെർഫോമൻസ് വരുന്നില്ല, പലപ്പോഴും സെൽഫിഷ് ആയുള്ള നേച്ചർ കാണിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ടീമിന്റെ ആ ഒരു സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു തകിടം മറിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടാകുന്നത്, അത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കറക്റ്റായുള്ള ഒരു സിഗ്നൽ തന്നെയാണ് അമോറിം നൽകിയിരിക്കുന്നത്. ഇത് യുണൈറ്റഡിനെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഇത്തരം കറക്റ്റീവ് മെഷേഴ്സ് എടുത്താൽ മാത്രമേ യുണൈറ്റഡിനൊരു ഭാവിയിലേക്കൊരു പുതിയ ടീമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി, മുമ്പ് റാങ്നിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി യുണൈറ്റഡിന് വേണം. എന്തായാലും അത് അമോറിമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആ തീരുമാനം വിജയത്തിൽ എത്തുകയും ചെയ്തു. 2-1 യുണൈറ്റഡിന് വിജയിക്കാൻ സാധിച്ചു, അതും സിറ്റിക്കെതിരെ. കാരണം സിറ്റി പഴയ ടീം അല്ലെങ്കിൽ പോലും സിറ്റിക്കെതിരെ എത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഒരു 2-1 വിജയം നേടുക എന്നുള്ള യുണൈറ്റഡിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ആവേശം, സാധാരണ മാഞ്ചസ്റ്റർ ഡെർബിയിൽ കാണുന്ന ഒരു ആവേശം ഉണ്ടായിരുന്നില്ല. 2 ടീമുകളും കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കളിച്ചത്. പിന്നെ പൊസഷന്റെ കാര്യത്തിലാണ് ഏതാണ്ട് ഈക്വൽ തന്നെയായിരുന്നു. പിന്നെ അത് കൂടാതെ ഷോട്ട്സ് ആണെങ്കിലും, ഷോട്ട് ഓൺ ടാർഗറ്റ് ആണെങ്കിലും ഈക്വൽ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും 36-ാം മിനിറ്റിൽ സിറ്റിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു, ലീഡ് നേടാൻ സാധിച്ചു. കോർണർ കിക്കിൽ നിന്നായിരുന്നു സിറ്റിയുടെ ഗോള്. ഡിബ്രൂയിനയുടെ ഒരു ഡിഫ്ലക്റ്റഡ് ക്രോസിൽ നിന്ന് ഗാർഡിയോൾ ഹെഡറിലൂടെ ഗോൾ നേടുകയായിരുന്നു. പൊതുവെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് വീണ്ടും ഒന്നും കൂടി പുറത്തു വന്ന ഒരു അവസരമായിരുന്നു അത്. പിന്നെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് വലിയ എഫേർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അഹമ്മദിന്റെ ഒരു ഷോട്ട് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. സെക്കൻഡ് ഹാഫിൽ പക്ഷേ യുണൈറ്റഡ് കുറച്ചും കൂടെ മികച്ച രീതിയിൽ കളിച്ചു, കുറച്ചും കൂടെ പന്ത് വരുതിയിലാക്കി കളിക്കുന്നത് കാണാൻ സാധിച്ചു. പിന്നെ ചാൻസസും ഉണ്ടായിരുന്നു. ബ്രൂണോക്ക് ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ടായിരുന്നു, ഷുവറായിട്ട് ഗോളാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഗോളാക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു നിരാശ അദ്ദേഹം പിന്നീട് ആ പെനൽറ്റി സ്കോർ ചെയ്ത് മറികടന്നു. പിന്നെ അഹമ്മദിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു സാധ്യതയുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഹെഡർ ഗോൾ ശ്രമം റിസൾട്ടിലെത്തിയില്ല. പിന്നെയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്താണെങ്കിൽ ഫിൽ ഫോഡന്റെ ട്രൈ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഡിബ്രൂയിനയുടെ ഒരു ലോങ് റേഞ്ച് ഷോട്ടിനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പിന്നെ കോബി മൈനുവിനൊരു ചാൻസ് ലഭിച്ചിരുന്നു. അപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് പോയിരുന്നത്. പക്ഷെ അവസാനമാണ് കളിയുടെ ഗതി ആകെ മാറിയത്. അവസാനം ഒരു 5 മിനിറ്റാണ് ശരിക്കും ത്രസിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ത്രില്ലിംഗ് മാച്ചായിട്ട് ഈ മാച്ചിനെ മാറ്റിയത്. അഹമ്മദ് ദിയാലുവിനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും. എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ച് ഇത് വളരെ കോൺഫിഡൻസ് നൽകുന്നൊരു ഫാക്ടറാണ്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് 3 പോയിന്റ് നേടിയിരിക്കുകയാണ്. 2
പ്രീമിയർ ലീഗ് മത്സരം തുടർച്ചയായി പരാജയപ്പെട്ട യുണൈറ്റഡിന് വീണ്ടും വിജയവഴിയിൽ എത്താൻ സാധിച്ചു. റൂബൻ അമോറിമിന് ഇത് വലിയ കോൺഫിഡൻസ് നൽകുന്നൊരു ഘടകം തന്നെയാണ്. പിന്നെ ഇനിയും ടീമിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യുണൈറ്റഡ് ആരാധകർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വിജയം തന്നെയാണ് എത്തിഹാദ് സ്റ്റേഡിയത്തിൽ അമോറിമിന്റെ ടീം ഇപ്പോൾ നേടിയിരിക്കുന്നത്.